കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഇവിടെ നമുക്ക് കൈമാറുകയാണ്. നമുക്കറിയാം, പുതിയ നിയമസഭ നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവെന്ന അടിത്തറയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടിയാണ് പത്രോസിൻ്റെ പ്രസംഗം ആദിമസഭയുടെ ദൈവപ്രവർത്തികൾക്കെല്ലാം കാരണമായത് പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെയാണ്, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ വായിച്ച വാക്യം പൗലോസ് പറയുന്ന ഒരു ചിന്തയും അതാണ്. പ്രൈസലോ, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. പ്രൈസലോ, അപ്പം നിങ്ങളോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുന്നത് ദൈവമാണ്. പ്രൈസലോ, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമാണ്. അടുത്ത് പറയുന്നു, അവൻ നമ്മെ മുദ്രയിട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. 2 കാര്യങ്ങൾ അവിടെ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ഉറപ്പിക്കുന്നത് ദൈവമാണ്, അഭിഷേകം ചെയ്തത് ദൈവമാണ്. സ്തോത്രം. നമ്മളെല്ലാവരും നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാലാണെന്ന് പഠിക്കണം. പ്രൈസലോ, നമ്മൾ ആരും നമ്മുടെ ബലമോ നമ്മുടെ ശക്തിയോ നമ്മുടെ അഭിഷേകത്തിൻ്റെ കൂടുതലോ വിശുദ്ധിയുടെ കൂടുതലോ ഒന്നും കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മുടെ ആവുന്നിടത്തോളം വിശുദ്ധിയോടെ ദൈവകൃപയോടെ വചനാധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കാരുണ്യമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ഇടപെടലില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, അല്ലേ? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ പരിപാലിക്കാൻ അല്ലെങ്കിൽ അതിനെ അനുഷ്ഠിക്കാൻ ആവുന്നിടത്തോളം ശ്രമിച്ചൊരു തലമുറയാണ് യഹൂദ ജനം. പ്രൈസലോ. പക്ഷേ ബൈബിൾ പറയുന്നവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടിയവർ ഇടറിപ്പോയി. സ്തോത്രം. അവർ എന്തിനാണോ അവർ അനുസരിക്കാൻ തയ്യാറായത് അതിലവർ വീണു പോകുവാൻ തക്കവണ്ണം ഇടവന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ യേശു ഉലകത്തിലേക്ക് വന്നു എന്നുള്ളതല്ലേ വസ്തുത. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവേ എന്നെ നിലനിർത്തണമേ, എന്നെ ഉറപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉറപ്പോടെ അന്ത്യത്തോളം നിർത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ്. മാത്രമല്ല ബൈബിൾ പറയുന്നു, അവൻ നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പോൾ നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്, 2 നമ്മളെ അഭിഷേകം ചെയ്ത ദൈവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട്, അഭിഷേക്തന്മാരോട് ഞാൻ പറയാം, എന്നെ നിങ്ങളെ അഭിഷേകം ചെയ്ത പ്രസ്ഥാനമല്ല, സമൂഹമല്ല, ബന്ധുക്കളല്ല, ചാർച്ചക്കാരല്ല, അപ്പനല്ല, അമ്മയല്ല, അല്ല. സ്തോത്രം. നമ്മളെ അഭിഷേകം ചെയ്ത ദൈവമാണ്. അഭിഷേകം ചെയ്ത ദൈവം നമ്മളെ നിലനിർത്തുവാൻ തക്കവണ്ണം ശക്തനാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരോടല്ല കടക്കാരായിരിക്കേണ്ടത്, ദൈവത്തോടാണ് കടമയും ബാധ്യസ്ഥതയും നമുക്കുള്ളത്. അതുകൊണ്ട് മനുഷ്യരുടെ മുൻപിൽ നീതിയോടെ നിൽക്കുമ്പോഴും ദൈവത്തിന് മുമ്പിൽ പൂർണ്ണ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ പ്രൈസൽ ഒരുപക്ഷെ അഭിനയിച്ച മനുഷ്യൻ്റെ മുമ്പിൽ ജീവിക്കാൻ കഴിയും, അഭിനയിച്ച് വിശുദ്ധനാകാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിശ്വസ്തരല്ലെങ്കിൽ അത് സ്തോത്രം, ദൈവസന്നിധി നമുക്ക് നിൽക്കാനേ തക്കവണ്ണം കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ നിശ്ചയമായി മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഉറപ്പോടെ അവസാനത്തോളം നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ്, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളിൽ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.